പറയൂ ബിരുദാനം. അല്ല, മുല്ലപ്പെരിയാർ ഡാം അല്ല പ്രശ്നം, മുല്ലപ്പെരിയാർ കരാറാണ് പ്രശ്നം. ആദ്യം മനസ്സിലാക്കേണ്ടതാണ്. ഇതൊരു ചതിയായിരുന്നു. ആ ചതി എന്ന് പറയുന്നത് ഒരുപക്ഷെ അങ്ങ് സോവിയറ്റ് യൂണിയൻ തുടങ്ങുന്നതാണ്. അവിടെ ബ്രഷ്നവ് ഭരിക്കുന്ന കാലത്ത് ഇന്ത്യയിൽ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി. ഇന്ദിരാഗാന്ധിയും ബ്രഷ്നവും തമ്മിലുള്ള സൗഹൃദത്തിന്റെ പേരിലാണ് കേരളത്തിൽ അച്യുത മേനോൻ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ ഉണ്ടാവാൻ പോകുന്നില്ല. അവസാനം തമിഴ്നാട്ടിലെ കരുണാനിധിയുടെ ഗവൺമെന്റ് ഭരിക്കുന്ന സമയത്താണ് MG രാമേന്ദ്രനെ തിരുവനന്തപുരത്തേക്ക് പറഞ്ഞു വിട്ടിട്ട് ഈ അച്യുതമേനോനുമായി ഒരു ഡീൽ ഉണ്ടാക്കുന്നത്. ആ ഡീൽ എന്ന് പറയുന്നത് P. കല്യാണസുന്ദരം എന്ന് പറയുന്ന ഒരു CPI നേതാവിനെ രാജ്യസഭ MP ആക്കാൻ വേണ്ടി അച്യുത മേനോൻ കേരളത്തെ ചതിച്ചു എന്നുള്ളതാണ് ആ ഡീല്. അതാണ് സംഭവിച്ചത്. അതിനുശേഷം കരുണാനിധി മാറി, അതിനുശേഷം MG രാമേന്ദ്രൻ വന്നപ്പോഴാണ് ചരിത്രപരമായ പിൻബലമുണ്ടോ? 999 വർഷം കരാറുണ്ടാക്കാൻ തിരുവിതാംകൂർ രാജാവ് ബ്രിട്ടീഷുകാർക്ക് ബ്രിട്ടീഷുകാരെ ഇരിക്കാൻ പറഞ്ഞാൽ കുനി കൊടുക്കുന്നവരായിരുന്നു തിരുവിതാംകൂർ രാജകുടുംബം. അതുകൊണ്ടാണ് ഇത് സംഭവിച്ചത്. തുടക്കം അവിടെ മുതലാണെന്നും പറയണം. പക്ഷെ ഇതിനെ വൈകാരികമായി കാണുന്നതിന് പകരം സംസ്ഥാനത്തിന് മാത്രമായി കാര്യം ബാക്കി പൂർത്തീകരിക്കട്ടെ. 1957 EMSന്റെ ഗവൺമെന്റ് വരുമ്പം ഇന്ത്യ ഇൻഡിപെൻഡൻസ് ആക്ടിന്റെ അടിസ്ഥാനത്തിൽ മുഴുവൻ കരാറുകൾ റദ്ദാക്കപ്പെട്ടതാണ്. ഈ തമിഴ്നാടുമായിട്ടുള്ള കരാറ് കേരളത്തിൽ നിലനിൽക്കുന്നതല്ല. അന്ന് ജലസേചന മന്ത്രിയും അന്നത്തെ നിയമമന്ത്രിയും കൃഷ്ണയ്യരാണ്. VR കൃഷ്ണയ്യർക്ക് നിയമസഭയിൽ ഒരു ബില്ല് അവതരിപ്പിച്ചാൽ ഈ മുല്ലപ്പെരിയാർ കരാർ എന്നേക്കുമായി റദ്ദ് ചെയ്യാൻ കഴിയുമായിരുന്നു. അദ്ദേഹം അത് ചെയ്തില്ല. അതാണ് അതിന്റെ കാര്യം. അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. ചെയ്യാൻ പറ്റും. അവിടെ 3 പേർ ഒരുപോലെ കുറ്റവാളികളാണ്. കൃഷ്ണയ്യർ അവർ 3 പേരും മലബാറുകാരായിരുന്നുകൊണ്ടാണ് തിരുവാങ്കൂറുകാർക്ക് മീതെ വരുന്ന ഈ ഒരു ദുരന്തത്തെ കുറിച്ച് അവർക്ക് കൺസേൺ ഇല്ലാതെ പോയതുകൊണ്ടാണ് വാസ്തവത്തിൽ